തൊഴിലാളിയുടെ ഏത് മേഖലയിലാണ് നിങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്നത്? ഞാൻ ഈ പഠനത്തെ മുൻനിർത്തിയാണ് സംസാരിക്കുന്നത് കൂടുതലും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാണ്ട് 60% ആളുകൾ തന്നെ നമുക്ക് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള രീതിയിലും അതേസമയം തന്നെ കൺസ്ട്രക്ഷനിൽ നിന്നുകൊണ്ട് തന്നെ മറ്റു രീതിയിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്ത് പലതരം തൊഴിലുകളിൽ നിൽക്കുന്ന ആളുകളും നമുക്ക് കൃത്യമായി അങ്ങനെ ഒരു കണക്ക് പറഞ്ഞ് ഇന്ന ആളുകൾ ഇന്ന രീതി മാത്രം നിൽക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ഫാക്ടറി ഉടമകളും അല്ലെങ്കിൽ ചില തൊഴിൽശാലകളിൽ അവർ പാർപ്പിക്കുന്നവരും അതിൽ ചിലപ്പോൾ പൈസ കൊടുത്തിട്ട് താമസിപ്പിക്കുന്നു. ഇങ്ങനെ കൃത്യമായിട്ടൊരു തരം ക്യാപ്റ്റീവ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ലേബറുണ്ട്. നമുക്ക് മുനിസിപ്പൽ അതോറിറ്റി 2016 നിയമപ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ താമസ സ്ഥലങ്ങളിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് അവിടുത്തെ ജീവിത സൗകര്യങ്ങളെ മനസ്സിലാക്കിയുള്ള നടപടിക്രമങ്ങൾ നടത്താമെന്നുള്ള ഒരു രീതിയിലുള്ളൊരു കാര്യം നമുക്ക് നിയമപരമായിട്ട് തന്നെ ഉണ്ട്. ഇതിലൊരു സിസ്റ്റം നിലവിൽ വന്നിട്ടുണ്ടോ? ഇപ്പോൾ നമുക്കത് കുറച്ചെങ്കിലും ഉണ്ടെന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം അത് പൂർണ്ണമായിട്ടും ഒരു സർക്കാർ സംവിധാനത്തെ നിരാകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് തീരെ ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഈ പഠനത്തിൽ ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നിയിരുന്ന ഒരു കാര്യം ഒരുപക്ഷെ കുറച്ചുകൂടെ മോശമായ ഒരു അവസ്ഥ എന്നുള്ള രീതിയിലായിരുന്നു 3 വർഷം മുമ്പ് ഈ പഠനത്തിലേക്ക് ഇറങ്ങുന്നത്. പക്ഷെ അതിനുശേഷം നമ്മൾ വളരെ വ്യത്യസ്തമാണ്. അങ്ങയിലേക്ക് വരാം. അപ്പോൾ മുജീബുർ റഹ്മാൻ, താങ്കൾ എനിക്ക് തോന്നുന്നു അവിടെ തടിമില്ലൊക്കെ നടത്തുകയാണല്ലേ? അപ്പോൾ ഈ പെരുമ്പാവൂരിൽ നല്ല നമ്പർ ഉണ്ടല്ലോ, അത് അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തുവാ? പ്രശ്നം ഇവരെ കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ സർക്കാർ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഞങ്ങളുടെ തൊഴിലാളികളൊക്കെ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ തന്നെ താമസിക്കുന്നവരാണ് കൂടുതൽ. ഏതാണ്ട് ഒരു 1.5 ലക്ഷത്തോളം തൊഴിലാളികൾ ഞങ്ങളുടെ ഈ മരവ്യവസായവുമായി ബന്ധപ്പെട്ട് 1.5 ലക്ഷം ഏതാണ്ട് മരവ്യവസായവുമായി ബന്ധപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ 40 ലക്ഷം എന്നുള്ള കണക്കൊന്നും അത്ര കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല മൊത്തത്തില്. ഏതായാലും ഒരു 1.5 ലക്ഷത്തോളം തൊഴിലാളികൾ ഞങ്ങളുടെ മരവ്യവസായവുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്നു. 2002 സുപ്രീം കോടതി നോർത്തിലുള്ള ആസാമിലൊക്കെ ഉള്ള പ്ലൈവുഡ് കമ്പനികൾ ബാൻ ചെയ്തു. ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന പ്ലൈവുഡ് കമ്പനികൾ ബാൻ ചെയ്തു. ആ സമയത്ത് ഏതാണ്ട് യാദൃശ്യം എന്നോണം ഇവിടെ ആ സമയത്താണ് പുതുതായി പ്ലൈവുഡ് ഫാക്ടറി വന്നത്. അപ്പോൾ തൊഴിൽ തേടി പ്ലൈവുഡ് കമ്പനിയിലേക്ക് തൊഴിൽ തേടിയാണ് ആദ്യമായിട്ട് ആസാമിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ അവർ മറ്റു തൊഴിലുകളിലേക്കും വ്യാപിക്കുകയായിരുന്നു. പക്ഷേ ഗവൺമെന്റ് റെഗുലേഷൻ കൊണ്ടുവരാൻ താമസിച്ചു എന്നാണോ താങ്കളുടെ അഭിപ്രായം? ഗവൺമെന്റ് റെഗുലേഷൻ കൊണ്ടുവരാൻ താമസിച്ചു എന്നല്ല. അതായത് ഇതിനിപ്പോ പോലീസ് ആണെങ്കിലും ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾക്കൊക്കെ ഉള്ള ഒരു പ്രശ്നം, ഇവരിപ്പോ റോട്ടിലൂടെ നടക്കുമ്പോൾ അവരുടെ അടുത്ത് വിളിച്ച് നിയമപരമായിട്ട് തിരിച്ചറിയൽ കാർഡ് ചോദിക്കാൻ വകുപ്പില്ല. അത് പാർലമെന്റ് നിയമം പാസ്സാക്കണം. കോൺട്രാക്ടേഴ്സ് ഉപയോഗിക്കുമ്പോൾ ഒരു രജിസ്ട്രേഷൻ അതുണ്ട്. പക്ഷെ ഈ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്ന രേഖകളൊന്നും ശരിക്കും നമുക്ക് വിശ്വസനീയമല്ല. അവരുണ്ടാക്കി കൊണ്ടുവരുന്ന രേഖകളാണ്. അത് കൃത്യമാണോ നമുക്ക് പരിശോധിക്കാൻ മാർഗമില്ല. പക്ഷെ തിരിച്ചറിയൽ കാർഡ് മാൻഡേറ്ററി ആക്കിയാൽ ആയിട്ടും പോലീസിന് ഇവരെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരെ റോഡിൽ വെച്ച് കാണുമ്പോൾ ഇവരെ തിരിച്ചറിയൽ കാർഡ് പരിശോധിക്കാനും ഇവർ നിയമവിധേയമായിട്ട് ഇന്ത്യക്കാരനാണോ അല്ലെങ്കിൽ ഇവർ ഏതെങ്കിലും കുഴപ്പത്തിൽ പെട്ടാൽ ഇവരെ പിടിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നൊക്കെ ഈ തിരിച്ചറിയൽ കാർഡ്. ബംഗ്ലാദേശ് പോലെയുള്ള അയൽ രാജ്യങ്ങളിൽ നിന്ന് ഈ കള്ള പാസ്പോർട്ടിലൊക്കെ വിസയിലൊക്കെ ആൾക്കാർ വരുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ ഞങ്ങളുടെ തെളിവൊന്നും അറിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.